പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ വലിയ വിഷയം എന്ന് പറയുന്ന രണ്ടെണ്ണം. അതിൽ ഒന്ന് പാമ്പും മറ്റൊന്ന് ചൂടുമാണ്. നമ്മൾ പോകുന്നത് ഈ ഇഴജന്തുക്കൾ വരുത്തുന്ന ഭീഷണിയെക്കുറിച്ചാണ്. പത്തി വിടർത്തുന്ന ഭീതി. സംസ്ഥാനത്ത് സർപ്പഭീതി അറുതിയില്ലാതെ തുടരുകയാണ്. മലപ്പുറം എടപ്പാളിൽ 21 വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു. കോഴിക്കോട് 22 വയസ്സുകാരനെ കടിയേറ്റത് വീടിനുള്ളിൽ വെച്ചാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ വയോധികൻ ഇന്ന് കടിയേറ്റിട്ടുണ്ട്. അതേസമയം കുറ്റ്യാടിയിൽ ഒരു വീടിനുള്ളിൽ നിന്ന് 5 പാമ്പുകളെ പിടികൂടിയത്. കുട്ടികളൊക്കെ കിടന്നുറങ്ങുന്ന കിടക്കയിലാണ് വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ ആദ്യം കണ്ടത്. എറണാകുളം കൂത്താട്ടുകുളത്തും കോഴിക്കോട് കാരശ്ശേരിയിലും വീട്ടുവളപ്പിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ഇതുപോലെ പത്തനംതിട്ട കോന്നിയിലും വീട്ടിൽ നിന്ന് പെരുമ്പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട്. 3 ദിവസം തുടർച്ചയായി ഇളകൊള്ളൂർ സ്വദേശി നന്ദകുമാറിന്റെ വീട്ടിൽ പെരുമ്പാമ്പിനെ കാണുന്നുണ്ട്. പൊങ്ങി വരത്തില്ലല്ലോ. ദേവൻ MP വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദേവൻ, ഗുഡ് ഈവനിങ്. ഈ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ വെള്ളിക്കട്ടൻ, പെരുമ്പാമ്പ്, മൂർഖൻ എന്ന് വേണ്ട ഇനി വരാൻ പാമ്പുകളൊന്നുമില്ല. പാമ്പുകൾ വരുന്നു എന്നുള്ള മാത്രമല്ല, മനുഷ്യ ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം. എന്താണ് ഇതിനെ നേരിടാനുള്ള വനം വകുപ്പ് നീക്കങ്ങൾ എങ്ങനെയാണ്? ഈ ആകെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ദേവൻ? ഗുഡ് ഈവനിങ് സേതുലക്ഷ്മി. സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നതിന് ആനുപാതികമായി തന്നെയാണ് ഈ പാമ്പ് കടിയേറ്റ് ചികിത്സ തേടുന്ന ആളുകളുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ളൊരു വർധനവ് അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും സേതു പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും സമാനമായ രീതിയിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കൂടുതലും കുട്ടികളെയാണ് ഇത്തരത്തിൽ പാമ്പ് കടിക്കുന്നതുള്ളതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. ഇന്നലെ മാത്രം സംസ്ഥാനത്ത് 23 കേസുകളാണ് ഇത്തരത്തിൽ പാമ്പ് കടിയേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് 108 ആംബുലൻസ് വഴി ആ സേവനം തേടിയവരുടെ കണക്ക് മാത്രമാണത്. മറ്റ് മാർഗങ്ങൾ വഴി ആശുപത്രിയിലെത്തിയ ആളുകളുടെ എണ്ണത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ടൊരു കണക്ക് ലഭ്യമായിട്ടില്ല. സമാനമായ രീതിയിൽ ഇന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ഈ പാമ്പ് കടിയേറ്റ് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ ആളുകളുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് 4.5 വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റു എന്നുള്ളതും നമ്മൾ അല്പസമയം മുമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കളിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ കുട്ടിക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഇന്നിപ്പോൾ മലപ്പുറം എടപ്പാളിൽ 21 വയസ്സുകാരിക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ചിറയൻകീഴിൽ വയോധികന് പാമ്പ് കടിയേറ്റിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, നേരത്തെ സേതു തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കുറ്റ്യാടിയിൽ ഒരു വീട്ടിനുള്ളിൽ നിന്നും 5 പാമ്പിൻ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ 5 പാമ്പുകളെ പിടികൂടി എന്നുള്ളത് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും കുട്ടികൾ കിടന്നുറങ്ങിയ സ്ഥലത്ത് നിന്നും വെള്ളക്കെട്ടൻ ഇനത്തിലുള്ള പാമ്പിനെയാണ് ഇത്തരത്തിൽ അവിടെ നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇത്തരം കേസുകൾ ആവർത്തിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുൻപ് ഈ വനംവകുപ്പും ഒപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളും എല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയതുപോലെ വീടിന്റെ പരിസരവും ചുറ്റുപാടും എല്ലാം തന്നെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പൊതുജനങ്ങൾക്ക് ഇതിൽ സ്വീകരിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ ഇത്തരം ഇഴജന്തുക്കൾ തണുപ്പ് തേടിയും ഈർപ്പമുള്ള സ്ഥലം പറ്റിയും വീടിനുള്ളിലേക്കും വീടിന്റെ ഭിത്തിയോട് ചേർന്നുള്ള സ്ഥലങ്ങളിലേക്കും ഈ ഇഴജന്തുക്കൾ വന്ന് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷേ വീട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഒന്നും തന്നെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെടുകയില്ല. പിന്നീട് ഇത്തരത്തിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് പോലും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കേസുകൾ ഉറങ്ങുന്നതിനിടെ കുട്ടികൾക്കും ഒപ്പം തന്നെ മുതിർന്നവർക്കും പാമ്പ് കടി ഏൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം തന്നെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഈ പാമ്പ് കിടക്കാൻ സാധ്യതയുള്ള അങ്ങനെ തോന്നുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തിക്കൊണ്ട് നമ്മൾ സ്വയം ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോവുകയേ വഴിയുള്ളൂ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഒന്ന് മുക്തി നേടാനായി. ഇപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് സംസ്ഥാനത്തുണ്ടായ മുഴുവൻ ഈ പാമ്പ് അല്ലെങ്കിൽ പാമ്പിൻ്റെ ഭീതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പാമ്പ് വന്നത്, പാമ്പ് പിടിച്ചത്, പാമ്പിനെ കടിയേറ്റ കാര്യങ്ങളൊക്കെ പൊതുവിൽ പറയുന്ന കൂട്ടത്തിൽ വേറൊരു വാർത്ത വരുന്നത് കാസർഗോഡ് നിന്നാണ്. അവിടെ 4.5 വയസ്സുകാരിക്ക് മൂർഖൻ പാമ്പിൻ്റെ കടിയേറ്റു. കളിക്കുന്നതിനിടയിലാണ് ഈ കുഞ്ഞിനെ പാമ്പ് കടിച്ചത്. എളേരിത്തട്ട്
കുറുവാട്ടെ ശരത്ത് അജിത ദമ്പതികളുടെ മകൾ ഋതു ചന്ദ്രയാണ് പാമ്പ് കടിച്ചത്. കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കുഞ്ഞിപ്പോൾ ICUവിലാണ്. രതീഷ് വാസുവിന് വിവരങ്ങളുമായിട്ട്. രതീഷ്, ഇത് എപ്പോഴായിരുന്നു? കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ്? സേതു, കുട്ടി ഇപ്പോൾ കണ്ണൂർ പരിയാരത്തെ മെഡിക്കൽ കോളേജിലാണ്. കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത്. അല്പം ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന. ഇന്ന് 12 മണിയോടെയാണ് വീടിന് അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വിറകടുക്കിയിട്ട ഭാഗത്തു നിന്ന് ഈ പന്ത് തെറിച്ചുപോയി. അതെടുക്കാൻ പോയപ്പോഴാണ് കുട്ടിക്ക് കടിയേറ്റതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ 4.5 വയസ്സുകാരിയാണ്. ഈ സമയത്ത് കൂടെയുള്ള കളിക്കുന്നവരാരും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടില്ല. പാമ്പ് കടിച്ചതും ശ്രദ്ധയിൽപ്പെട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ഈ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട വീട്ടുകാരാണ് ഇത് നോക്കുമ്പോൾ പാമ്പ് കടിച്ചതാണെന്ന് മനസ്സിലായും തുടർന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും തൊട്ടടുത്ത നർക്കിലക്കാടിലെ ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് വളരെ പൊടുന്നനെ പരിയാരത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആൻറ്റിവെനം ഉൾപ്പെടെ കൊടുത്ത് പരിയാരത്ത് ചികിത്സയിൽ നിരീക്ഷണത്തിലാണ് ICUവിൽ. എന്തായാലും ആരോഗ്യാവസ്ഥ അത്ര തൃപ്തികരമല്ല എന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഇന്ന് 12 മണിയോടെയാണ് ഈ സംഭവം. ഈ സ്ഥലത്തെ ശരത്ത് അജിത ദമ്പതികളുടെ മകളാണ്. 4.5 വയസ്സുകാരിയാണ്. കൂട്ടുകാരുടെ അടുത്ത് കളിക്കുന്നതിനിടയിലാണ് മുറ്റത്തിൻ്റെ അരികു ഭാഗത്തു നിന്ന് ഇത്തരം അപകടമുണ്ടായത്. നമുക്കറിയാം, ഈ ചൂട് കാലത്ത് ഇത്തരത്തിൽ വിഷം എവിടെ നിന്നും പ്രത്യക്ഷപ്പെടാം. അതിനുള്ള ജാഗ്രത നമ്മൾ കാണുക എന്ന് മാത്രമാണ് ഇതിനുള്ള ഓക്കെ രതീഷേ, ശരി. അപ്പം